നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് KSRTC ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ഓഫീസിന്റെ പ്രവർത്തനവും സൗകര്യങ്ങളും വിലയിരുത്തി. 20 മിനിറ്റോളം ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റമാണ് അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കണം. പട്ടികവർഗ മേഖലയിലെ കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനുള്ള അക്ഷയ ജ്യോതി പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി ആരംഭിച്ചു. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധന. പാൽ, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവ പരിശോധിക്കുന്നത് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ എറണാകുളം അനാലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുമെന്ന് അധികൃതർ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കും. നഗരസഭാ കൗൺസിൽ തീരുമാനം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 30 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. കോട്ടായി സെന്ററിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുന്നു. MLA ഫണ്ടിൽ നിന്ന് 1 കോടി അനുവദിച്ചതോടെ പ്രദേശത്ത് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതോടെ പാതയോരത്ത് ബസ്സുകൾ നിർത്തിയിടുന്നതുമൂലമുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്ന് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. KSRTC പാലക്കാട് ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ മിന്നൽ സന്ദർശനം. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തിയ മന്ത്രി ഓഫീസിന്റെ പ്രവർത്തനം, സൗകര്യങ്ങൾ എന്നിവ ചോദിച്ചറിഞ്ഞു. തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് മന്ത്രി KB ഗണേഷ് കുമാർ തയ്യാറായില്ല. പാലക്കാട് ജില്ലയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടതിനിടെയാണ് മന്ത്രി ഡിപ്പോയിൽ സന്ദർശനം നടത്തിയത്. 20 മിനിറ്റോളം പാലക്കാട് KSRTC ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്കോ അഭിപ്രായ രൂപീകരണത്തിനോ തയ്യാറായില്ല. ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലെത്തിയ മന്ത്രി ഓഫീസ് പ്രവർത്തനം, വിശ്രമ ശുചിമുറികളുടെ സൗകര്യങ്ങൾ, ദീർഘദൂര സർവീസുകൾ എന്നിവ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു. KSRTC പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ DTOയ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതായി അറിയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. ഊരകം വരിക്കശ്ശേരി ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരമറിഞ്ഞത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി ഏലിക്കുട്ടി പറഞ്ഞു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മുളകുപൊടിയും വിതറിയ ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ അവിടേക്ക് വരും. അങ്ങനെ പകലിവിടെ നിന്നൊക്കെ രാത്രി പോവും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ സാരികളും സ്വർണ്ണ രൂപയും അതിലേക്കുണ്ടായിരുന്നു. വന്നപ്പോ വാതില് ഇവിടെ മണ്ണൊക്കെ കെടുക്കണം. അപ്പൊ ഞാൻ ചൂലെടുത്ത് അടിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ട് വാതില് പൊളിഞ്ഞെടുക്കണ്. അത് ഞാൻ വാല് തുറന്ന് നോക്കിയപ്പോ അകത്ത് മുളക് പൊടി ചിന്നിട്ടേക്കണ്, കസാരയിൽ കൈക്കോട്ടിരിക്കണ്. അവന്മാരിൽ അവിടെ നിന്ന് ആ റൂമിൽ ചെന്നപ്പോ ഒക്കെ ഒലിച്ച് വാരിയിട്ടേക്കണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ഭക്ഷണരീതിയിലുണ്ടായ മാറ്റം പട്ടികവർഗ വിഭാഗങ്ങളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് അക്ഷയ ജ്യോതി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പട്ടികവർഗ മേഖലയിലുള്ള 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയാണ് അക്ഷയ ജ്യോതി.
പട്ടികവർഗക്കാർക്ക് ഏതെല്ലാം സ്കീം വഴി എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമോ അത് ഉറപ്പാക്കാൻ എല്ലാ വകുപ്പുകളും ശ്രമിക്കണം. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കാനായി തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തണം. പട്ടികവർഗ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കണം. 76 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം പട്ടികവർഗക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കിയിരുന്ന ഭക്ഷണശീലത്തെ തകർത്തു. ഇത് പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യമാണ്. ട്രൈബ്സ് ഉൾപ്പെടെ സമൂഹത്തിലെ മുഴുവൻ വിഭാഗം ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, സമഗ്ര പട്ടികവർഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും സ്കീമുകളും നമുക്ക് പരമാവധി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ അത് നടത്തുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഒന്നിച്ച് നിന്നാലേ ഇവരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് രക്ഷിച്ചെടുക്കണം എന്നാണ് എനിക്ക്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, പോഷകാഹാരക്കുറവ് നികത്താനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പോഷകാഹാരക്കുറവ് നികത്താനുള്ള സംവിധാനം, അത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു ടീമായിട്ട് നിൽക്കണം. ഇതാണ് എനിക്ക് ചുരുക്കത്തിൽ. അതേപോലെ ഓരോ കുടുംബത്തിലും എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ജില്ലാ മെഡിക്കൽ ഓഫീസും ആരോഗ്യ കേരളം ജില്ലാ TB സെന്ററും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റോഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഇൻചാർജ് ജംല റാണി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ C ഹരിദാസൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ പട്ടികവർഗ മേഖലയിലെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനായി ജില്ലാ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അക്ഷയജ്യോതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി സെൻട്രൽ മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചു. സെപ്റ്റംബർ മാസത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. കോട്ടായി സെൻട്രലിലെ ഗതാഗത തടസ്സത്തിന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാകും. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന കോട്ടായി സെൻട്രൽ മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനാണ് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് ഹൈസ്കൂളിനും ഇടയിലാണ് മലമ്പുഴ കനാലിന് മുകളിൽ 200 മീറ്റർ നീളത്തിൽ 60 മീറ്റർ വീതിയോടെ കോൺക്രീറ്റ് സ്ലാബുകൾ നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക. നിലവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴി കനാലിനു മുകളിലുള്ള ചെറിയ നടപ്പാലം മാത്രമാണ്. 100 കണക്കിന് റൂട്ട് ബസ്സുകൾ സർവീസ് നടത്തുന്ന കോട്ടായി സെന്ററിൽ വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിടുന്നത് മൂലം വലിയ ഗതാഗത തടസ്സമുണ്ടാകാറുണ്ട്. കവലയിലെ രൂക്ഷമായ ഗതാഗത തടസ്സത്തിന് മിനി ബസ് സ്റ്റാൻഡ് വരുന്നതോടെ ഏറെക്കുറെ പരിഹാരമാകും. PP സുമോദ് MLAയുടെ ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ ആദ്യ ആഴ്ച തന്നെ പണി തുടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം MLA വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓണത്തിന് മുന്നോടിയായി പാലക്കാട് ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പരിശോധന നടത്തിയത്. പാല്, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവയാണ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധിച്ചത്. 3 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വാഹനങ്ങൾ പരിശോധന നടത്തി സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ച് എറണാകുളം അനലിറ്റിക്കൽ ലാബിലേക്ക് അയച്ചു. പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ജോയിന്റ് കമ്മീഷണർ ജേക്കബ് തോമസ്, ഡെപ്യൂട്ടി കമ്മീഷണർ അജി, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ സക്കീർ ഹുസൈൻ, ഷൺമുഖൻ, ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ നയനലക്ഷ്മി, ഹാസില എന്നിവരും ജീവനക്കാരായ ഹേമ, ജോബിൻ തമ്പി എന്നിവരും നേതൃത്വം നൽകി. ലാബിൽ നിന്ന് റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ പരിശോധന നടത്താനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ 3 നില കെട്ടിടമാണ് അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കുന്നത്.
ഇത് സംബന്ധിച്ച് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി നോട്ടീസ് നൽകും. 30 ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടായിരിക്കും വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇതിനുശേഷം പൊളിക്കൽ നടപടികളിലേക്ക് കടക്കും. വ്യാപാരികളുമായി സംസാരിച്ച് പഴയ കെട്ടിടത്തിലെ വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതേ ഡെപ്പോസിറ്റിൽ നിലവിലുള്ള വാടകയിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികളാകും സ്വീകരിക്കുക. വ്യാപാരികളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാന പാതയോരത്തുള്ള കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം പരിശോധന നടത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെട്ടിടത്തിൽ കാലപ്പഴക്കത്തിന്റെ ലക്ഷണം കാണിച്ചു തുടങ്ങിയിരുന്നു. മഴയായാൽ മുറികൾ ചോർന്നൊലിച്ചിരുന്നു. സീലിംഗിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീഴുന്നത് പതിവായി. നേരത്തെ നഗരസഭ കെട്ടിടത്തിനു മുകളിൽ ഷീറ്റ് മേഞ്ഞാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത്. പിന്നീട് പലപ്പോഴും കെട്ടിടത്തിനു പുറത്തും അകത്തും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു. കെട്ടിടത്തിന്റെ കോൺക്രീറ്റിന്റെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് ദുർബലപ്പെട്ട നിലയിലാണെന്നുൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 20ഓളം സ്ഥാപനങ്ങളാണ് നിലവിൽ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാത്തൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്കമന്തം AUP സ്കൂൾ വിദ്യാർത്ഥി മാത്തൂർ തണ്ണിക്കോട് കാണൂർ തൊടി വീട്ടിൽ വിനോദ് സുമതി ദമ്പതികളുടെ മകൻ 13 വയസ്സുള്ള വിസ്മയാണ് മരിച്ചത്. വ്യാഴാഴ്ച സ്കൂൾ വിട്ടു വന്ന ശേഷമാണ് സംഭവം. വൈകുന്നേരം 6-നാണ് വീട്ടുകാർ കുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. അച്ഛൻ വിനോദിന് തിരൂരിൽ മരപ്പണിയാണ്. അമ്മ സുമതി പാലക്കാട് ടൈലറിംഗ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. സഹോദരൻ വിനയ് പുറത്തുപോയി വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി മണ്ണൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ശില്പശാല പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. അതായത് നമ്മൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരമായി കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതൊക്കെ മാറ്റുകയും അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനങ്ങളും കുടുംബശ്രീ തൊഴിലുറപ്പ് നമ്മുടെ എല്ലാ സംഘടനകളെയും നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നപ്പോൾ ഇതെല്ലാവരും പുറകിലോട്ട് പോയി. എന്തായാലും നമ്മൾ തുടരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് നടക്കുന്നുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ പുറകിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് വീണ്ടും. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലെന്നും ഇത്തരം ശില്പശാലകൾ പ്രഹസനമാണെന്നും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച VM അൻവർ സാദിഖ് ആരോപിച്ചു. കില ഫാക്കൽറ്റി നൂർജഹാൻ, VEO സജ്ന, HI സാജൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AK ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, സ്കൂൾ വിദ്യാർത്ഥികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഹരിത കർമ്മസേന, ബ്ലോക്ക് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു വേളയിലാണ് ഈ സ്ഥാപനത്തിൽ 10ാം ക്ലാസ്സിലും +2-ലുമെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഏറെ മാതൃകാപരമായി അനുമോദിക്കാൻ ഇവിടുത്തെ അധ്യാപകരും PTA സംവിധാനവും ജനപ്രതിനിധികളുമെല്ലാം ഈ സ്കൂളിന്റെ പ്രത്യേകത ഈ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം. യഥാർത്ഥത്തിൽ മലയാള ഭാഷ മുട്ടിട്ടതും വികാസം പ്രാപിച്ചതുമെല്ലാം. വിജയോത്സവത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് M. ആബിദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ജിജിമോൾ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മൊമന്റോ വിതരണവും MLA നിർവഹിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, പരത്തിപ്പുള്ളിയിലെ പ്രവാസി വ്യവസായി രവിശങ്കർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ്, സന്തോഷ്, SMC ചെയർമാൻ രാധാകൃഷ്ണൻ, PTA വൈസ് പ്രസിഡന്റ് സലിൻകുമാർ, MPTA പ്രസിഡന്റ് രജിത, PTA എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, അധ്യാപകരായ പ്രദീപ്, ശോഭ മൈക്കിൾ, ജയപ്രകാശ്, ശ്രീധരൻ, കുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി തൃശ്ശൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂളിലാണ് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയാങ്കണത്തിലെ ഗാന്ധിമരത്തണലിൽ ശിലകളാൽ സ്മൃതിവലയം തീർത്തത്. 100 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട്. വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷ ശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ അശ്രദ്ധമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദുരന്തത്തിൻ്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോട്ടായി പഞ്ചായത്തിൽ പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. പഠനോപകരണ വിതരണം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞിലക്ഷ്മി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ NK ശശിധരൻ, MR രജിത, മിനിമോൾ, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിനീത സ്വാഗതവും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ പുളിനെല്ലി ഗവൺമെൻറ് LP സ്കൂൾ പ്രധാന അധ്യാപിക സെലിൻ പോൾ നന്ദിയും പറഞ്ഞു. 102 വിദ്യാർത്ഥികൾക്കാണ് മേശ, കസേര, ഡെസ്ക് തുടങ്ങി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് യോഗാസന സ്പോർട്സ് അസോസിയേഷൻ്റെ 5ാമത് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 25-ന് നടക്കും. പർളി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 10 മുതൽ 55 വയസ്സുവരെ പ്രായമുള്ളവർ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വിവിധ കാറ്റഗറികളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ വിജയികളാകുന്നവർ സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയ തലത്തിലും പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നവർക്ക് ദേശീയ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ കഴിയുമെന്നും ഇത്തവണത്തെ സൗത്ത് ഇന്ത്യ വുമൻസ് യോഗാസന ചാമ്പ്യൻഷിപ്പ് തമിഴ്നാട്ടിലാണ് നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഖേലോ ഇന്ത്യ ഗെയിംസിന്റെ അസ്മിത ഖേലോ ഇന്ത്യ വിമൻസ് യോഗാസന ലീഗ് സൗത്ത് സോൺ ഈ വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി തമിഴ്നാട് തിരുച്ചിയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര, കർണാടക ആൻഡ് തെലങ്കാന. 25 ഓഗസ്റ്റ് 2024 പാലക്കാട് ജില്ലാ മത്സരത്തിൽ വിജയിക്കുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C. മുരളീകൃഷ്ണൻ, സെക്രട്ടറി M. മനോജ്, ട്രഷറർ വിസ്മയ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കല്ലിപ്പാടം ദ്വാരക നഗറിൽ പതാക ദിനം നടത്തി. ബാലഗോകുലം ഒറ്റപ്പാലം താലൂക്ക് ആഘോഷ പ്രമുഖ് K. ചന്ദ്രൻ പതാക ഉയർത്തി. രവി, വിജീഷ്, വിജയൻ, സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. ഷൊർണൂർ കാരക്കാട് ഉള്ളാട്ടുകുന്നത്ത് വീട്ടിൽ പരേതനായ കുമാരൻ്റെ മകൻ രാധാകൃഷ്ണൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. ഭാര്യ ശ്രീലത, മക്കൾ കൃഷ്ണകുമാർ, ശ്രീകുമാർ, മരുമകൾ സ്വാതി. ഷൊർണൂർ ആറാണി ഉള്ളാട്ടിൽ ബാലചന്ദ്രൻ നായർ നിര്യാതനായി. 95 വയസ്സായിരുന്നു. ഭാര്യ നാണിക്കുട്ടിയമ്മ, മക്കൾ ജ്യോതി, ജ്യോത്സ്ന, ജയ, മരുമക്കൾ രാധാകൃഷ്ണൻ, പരേതനായ മോഹൻദാസ്, മദനഗോപാൽ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശാന്തി തീരത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലക്കാട് KSRTC ഡിപ്പോയിൽ ഗതാഗത മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ഓഫീസിന്റെ പ്രവർത്തനവും സൗകര്യങ്ങളും വിലയിരുത്തി. 20 മിനിറ്റോളം ഡിപ്പോയിൽ ചെലവഴിച്ച മന്ത്രി തൊഴിലാളി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. പാലക്കാട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. വന്യജീവി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റമാണ് അവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിക്കണം. പട്ടികവർഗ മേഖലയിലെ കുട്ടികളെ ക്ഷയരോഗ മുക്തരാക്കുന്നതിനുള്ള അക്ഷയ ജ്യോതി പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി ആരംഭിച്ചു. വാളയാർ, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രത്യേക പരിശോധന. പാൽ, പഴവർഗ്ഗങ്ങൾ, മത്സ്യം, വെളിച്ചെണ്ണ തുടങ്ങിയവ പരിശോധിക്കുന്നത് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ. കൂടുതൽ പരിശോധന ആവശ്യമായ സാമ്പിളുകൾ എറണാകുളം അനാലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുമെന്ന് അധികൃതർ. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കവാടത്തിലെ അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കും. നഗരസഭാ കൗൺസിൽ തീരുമാനം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ 30 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. കോട്ടായി സെന്ററിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുന്നു. MLA ഫണ്ടിൽ നിന്ന് 1 കോടി അനുവദിച്ചതോടെ പ്രദേശത്ത് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും. മലമ്പുഴ കനാലിന് മുകളിൽ സ്ലാബ് നിരത്തി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതോടെ പാതയോരത്ത് ബസ്സുകൾ നിർത്തിയിടുന്നതുമൂലമുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.